10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത SSLC 2020 മാർച്ച് പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇവിടെ ചെയ്യുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യനാണ് ഇനി പറയാനുള്ളത്. സെക്ഷൻ സിയിലെ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണുള്ളത്. സ്പെസിഫിക്കേഷൻ ഓഫ് 2 ഇലക്ട്രിക്കൽ ഹീറ്റേഴ്സ് ആർ ഗിവൺ ബിലോ. 2 ഹീറ്ററുകളുടെ സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ഹീറ്റർ എ, ഹീറ്റർ ബി. രണ്ടിൻ്റെയും റെസിസ്റ്റൻസും വർക്കിംഗ് വോൾട്ടേജും തന്നിരിക്കുന്നു. ഹീറ്റർ എയുടെ റെസിസ്റ്റൻസ് 690 ഓമും ഹീറ്റർ ബിയുടെ 460 ഓമുമാണ്. രണ്ടിൻ്റെയും വർക്കിംഗ് വോൾട്ടേജ് 230 വോൾട്ടാണ്. വിച്ച് ഹീറ്റർ റിക്വയർ എ ഫ്യൂസ് ഓഫ് ഹയർ ആംപിയറേജ്? ഇതിൽ ഏതിനാണ് കൂടുതൽ ആംപിയറേജ് ഉള്ള ഫ്യൂസ് വേണ്ടി വരിക എന്നതാണ് ആദ്യത്തെ ചോദ്യം. അതോടൊപ്പം ബി, വിച്ച് ഓഫ് ദ ഹീറ്റേഴ്സ് ജനറേറ്റ് മോർ ഹീറ്റ് വെൻ ദേ വർക്ക് ഫോർ 5 minutes അണ്ടർ ദ സെയിം വോൾട്ടേജ് റേറ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ദ റീസൺ. ക്വസ്റ്റ്യൻ എയുടെ ആൻസർ, ഏതിലാണ് ആംപിയറേജ് കൂടുതൽ? കറണ്ട് ഏതിലാണോ കൂടുതൽ ആ ഹീറ്ററിനാവും കൂടുതൽ ആംപിയറേജ് ഉള്ള ഫ്യൂസ് വേണ്ടി വരിക. കറണ്ട് കൂടുക, റെസിസ്റ്റൻസ് കുറവുള്ള ഹീറ്ററിനായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ റെസിസ്റ്റൻസ് 460 ഓമുള്ള ഹീറ്റർ ബി ആണ് കൂടുതൽ ആംപിയറേജ് ഉള്ള ഫ്യൂസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അതിൻ്റെ തന്നെ ബി പാർട്ടിൽ സെയിം വോൾട്ടേജ് നൽകിയിട്ടുള്ള ഒരു 2 ഹീറ്ററുകളുടെ കാര്യമാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒരേ വോൾട്ടേജ് വന്നതുകൊണ്ട് നമ്മളിവിടെ എടുക്കേണ്ട ഇക്വേഷൻ വി ഉൾപ്പെടുന്ന ഹീറ്റിൻ്റെ ഇക്വേഷനാണ്. അതായത് H = V²/R × T. ഇതനുസരിച്ച് വേണം ഏത് റെസിസ്റ്റൻസ് ഉള്ള അല്ലെങ്കിൽ ഏത് ഹീറ്ററാണ് കൂടുതൽ ചൂടാവുന്നത് എന്ന് കണ്ടുപിടിക്കാൻ. ഹീറ്റർ എയുടെയും ബിയുടെയും ഹീറ്റ് കാണാൻ H = V²/R × T ഉപയോഗിക്കാം. അതിൽ വോൾട്ടേജ് 2 ഹീറ്ററിനും 230 വോൾട്ട് തന്നെയാണ്. ഓരോ ഹീറ്ററിൻ്റെയും റെസിസ്റ്റൻസ് മാറ്റമുണ്ട്. സമയം 5 മിനിറ്റ് എന്നുള്ളത് സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 5 × 60 സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടുന്നു. ഇവിടെ ഹീറ്റർ എയുടെ കേസിൽ ഹീറ്റ് എനർജി H = 230² × 5 × 60/690 23,000 ജൂളാണ് എന്ന് കാണാം. അതുപോലെ ഹീറ്റർ ബിയുടെ കാര്യത്തിൽ 230² × 5 × 60 ÷ 460. ഹീറ്റർ ബിയുടെ ആൻസർ 34,500 ജൂളാണ്. അതായത് ഒരേ വോൾട്ടേജിൽ വ്യത്യസ്ത റെസിസ്റ്റൻസ് ഉള്ള 2 ഹീറ്ററുകൾ വർക്ക് ചെയ്യിപ്പിച്ചപ്പോൾ കൂടുതൽ ഹീറ്റ് ഉണ്ടായത് ഏതിലാണ്? അത് റെസിസ്റ്റൻസ് കുറവുള്ള ഹീറ്ററിലാണ് എന്ന് കാണാം. അതായത് സെയിം വോൾട്ടേജ് നൽകുമ്പോൾ ഹീറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആയിരിക്കും. ഹീറ്റ് റെസിസ്റ്റൻസ് കുറവുള്ളതിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2 rays of light OA and OB are coming from an object O is falling obliquely on the surface of a plane mirror as shown. അതായത് പ്ലെയിൻ മിററിൻ്റെ റേ ഡയഗ്രമാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. O എന്ന ഒബ്ജക്റ്റിൽ നിന്ന് വീഴുന്ന 2 ലൈറ്റ് റേസ് ആണ് കാണിച്ചിട്ടുള്ളത്. OAയും OBയും അവിടെയുള്ള ഇൻസിഡൻറ്റ് റേസ് ആണ്. ഡ്രോ എ റേ ഡയഗ്രാം ഇൻഡിക്കേറ്റിംഗ് ദ ഇമേജ് ഫോർമേഷൻ. പ്ലെയിൻ മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ്റെ ഡയഗ്രാം വരയ്ക്കാനാണ് ചോദ്യം. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമേജ് ഫോംഡ് ഇൻ ദിസ് കേസ്. ഈ കേസിലുണ്ടായ ഇമേജിൻ്റെ ഏതെങ്കിലും 2 പ്രത്യേകതകൾ, പ്രോപ്പർട്ടീസ് എഴുതാനും കൂടി ബി എന്ന ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എയുടെ ചിത്രം ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. OA റിഫ്ലക്റ്റ് ചെയ്ത് AB എന്ന ഭാഗത്ത് റിഫ്ലക്ഷൻ കാണിച്ചിട്ടുണ്ട്, റിഫ്ലക്റ്റഡ് റേ. അതുപോലെ CD എന്നതും റിഫ്ലക്റ്റഡ് റേ ആണ്. XY എന്ന് കാണിച്ചിട്ടുള്ളത് നോർമലാണ്. ഈ റിഫ്ലക്റ്റഡ് റേസിനെ നമ്മൾ എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് വരച്ചാൽ
ഡാഷ് ഇട്ട് വരച്ചാൽ നമുക്കത് രണ്ടും കൂട്ടിമുട്ടുന്നത് ഐ എന്ന പോയിന്റിലാണ് എന്ന് കാണാം. അങ്ങനെ കിട്ടിയ ഇമേജ് വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, അതുപോലെ സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആയിരിക്കും. ഇനി 13th ക്വസ്റ്റ്യൻ, എ റേ ഓഫ് ലൈറ്റ് ഫോളിംഗ് ഒബ്ലിക്ലി ഫ്രം എയർ ടു എ ഗ്ലാസ് സ്ലാബ് ഈസ് ഷോൺ ഫിഗർ. റിഫ്രാക്ഷൻ്റെ ചാപ്റ്ററിലെ 5ാമത്തെ ചാപ്റ്ററിലെ ചോദ്യമാണിത്. ഫൈൻഡ് ഔട്ട് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കാണാൻ വളരെ എളുപ്പമാണ്. നോർമലിനും ഇൻസിഡൻറ്റ് റേക്കും ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പക്ഷേ ഇവിടെ തന്നിട്ടുള്ളത് 30 ഡിഗ്രി എന്ന് പറയുന്നത് സർഫസിൻ്റെയും അതുപോലെ ഇൻസിഡൻറ്റ് റേയുടെയും ഇടയിലുള്ള ആംഗിളാണ്. അതുകൊണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 - 30 is equal to 60 degree. ഇനി ബി ക്വസ്റ്റ്യൻ, വൈ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദിസ് കേസ്. എന്തുകൊണ്ടാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറവായത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 60 ഡിഗ്രി ഉണ്ടെങ്കിലും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 33 ഡിഗ്രിയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കുറവായത്? അതിന് കാരണം ഗ്ലാസിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്, എയറിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. അതാണ് കാരണമായിട്ട് എഴുതേണ്ടത്. ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദിസ് സ്ലാബ്? ഈ സ്ലാബ് നിർമ്മിച്ച മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഇക്വേഷൻ ഏതാണ്? സൈൻ ഐ ബൈ സൈൻ ആർ. ഐ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആർ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ആയാൽ സൈൻ ഐ ബൈ സൈൻ ആർ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്നത്. ഇനി 14th ക്വസ്റ്റ്യൻ, ഐ ഡിഫെക്ട്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പിക്ചർ റെപ്രസെൻറ്റ്സ് എ മെത്തേഡ് ഓഫ് റെക്ടിഫിക്കേഷൻ ഓഫ് ദ ഡിഫെക്റ്റ് ഓഫ് ആൻ ഐ യൂസിങ് എ ലെൻസ് ഓഫ് സ്യൂട്ടബിൾ ഫോക്കൽ ലെങ്ത്. Name the disorder of this eye. Give 2 reasons for this defect. Explain the role of concave lens in the rectification of this defect. എന്താണ് ഈ കണ്ണിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഡിസോർഡറിൻ്റെ പേരെന്താണ്? അതുപോലെ അതിനുള്ള 2 കാരണങ്ങൾ എന്താണ്? എന്തിനാണ് കോൺകേവ് ലെൻസ് അവിടെ യൂസ് ചെയ്തത്? ഇത്രയുമാണ് നമുക്ക് എഴുതേണ്ടത്. ഇവിടെ കണ്ണിൻ്റെ പ്രശ്നം മയോപ്പിയ അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ് ആണ് എന്ന് നമുക്ക് കാണാം. ദ ലെങ്ത് ഓഫ് ദി ഐബോൾ ഇൻക്രീസസ് അല്ലെങ്കിൽ ദ പവർ ഓഫ് ദ ലെൻസ് ഇൻക്രീസസ്. 2 കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐബോളിൻ്റെ സൈസ് കൂടുന്നതും അല്ലെങ്കിൽ നീളം കൂടുന്നതും അതുപോലെ പവർ കൂടുന്നതും ലെൻസിൻ്റെ പവർ കൂടുന്നതും ആണ് മയോപ്പിയയ്ക്ക് കാരണം. ഇനി പവർ കൂടുക എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്, ഫോക്കൽ ലെങ്ത് കുറയുക എന്നും പറയാം. ഇനി കോൺകേവ് ലെൻസ് എന്തിനാണ് ഇവിടെ യൂസ് ചെയ്തത് എന്നതിന് ഉത്തരം എഴുതണം. കോൺകേവ് ലെൻസ് ഈസ് എ ഡൈവേർജൻറ്റ് ലെൻസ്. ദ ലൈറ്റ് റേസ് ഫോളിംഗ് ഓൺ ദി കോൺകേവ് ലെൻസ് ഈസ് ഡൈവേർജ്ഡ് ആൻഡ് ഇറ്റ് ഗോസ് ത്രൂ ദ കോൺവെക്സ് ലെൻസ് ഇൻ അവർ ഐ ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ഫോം ദ ഇമേജ് ഓൺ റെറ്റിന. ഇവിടെ കോൺകേവ് ലെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇമേജ് റെറ്റിനയിൽ തന്നെ ഫോം ചെയ്യാൻ വേണ്ടിയാണ്. 15th ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ മാർക്കിംഗ് ഓൺ എ കുക്കിംഗ് ഗ്യാസ് സിലിണ്ടർ ദാറ്റ് ഹാസ് എ മെച്യൂരിറ്റി പീരീഡ് അപ് ടു മാർച്ച് 2020? മാർച്ച് 2020 വരെ എക്സ്പയറി ഡേറ്റ് ഉള്ള അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഒരു കുക്കിംഗ് ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകളിൽ എന്ത് മാർക്കിംഗ് ആണ് ഉണ്ടായിരിക്കുക? Write any 2 precautions to be taken to avoid accidents due to LPG leakage. LPG leakage കാരണമുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ 2 മാർഗങ്ങൾ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം, മാർച്ച് വരെ ആണെങ്കിൽ എ എന്ന ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഇയറിനെ സൂചിപ്പിക്കുന്ന വർഷം സൂചിപ്പിക്കുന്നത് എഴുതും. അതായത് A2020, A20 എന്നോ അല്ലെങ്കിൽ A2020 എന്നോ എഴുതാം. ബി ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമുക്ക് ഏതെങ്കിലും 2 മാർഗങ്ങളാണ് എഴുതേണ്ടത്. എക്സാമിൻ ദ റബ്ബർ ട്യൂബ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ആൻഡ് എൻഷുവർ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ലീക്കേജ്. റബ്ബർ ട്യൂബ് ചെക്ക് ചെയ്ത് അതിന് ലീക്കേജ് ഇല്ല എന്ന് ഉറപ്പുവരുത്താം. ടേൺ ഓൺ ദ നോബ് ഓഫ് സ്റ്റൗ ഓൺലി ആഫ്റ്റർ ദ റെഗുലേറ്റർ ഈസ് ടേൺഡ് ഓൺ. റെഗുലേറ്റർ ഓൺ ചെയ്തതിന് ശേഷം മാത്രം സ്റ്റൗ ഓൺ ചെയ്യാം.
അതുകൂടാതെ എൻഷുവർ ദ സിലിണ്ടർ ഡസ് നോട്ട് എക്സീഡ് ഇറ്റ്സ് എക്സ്പയറി ഡേറ്റ്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഇനി സെക്ഷൻ ഡിയിലെ 4 മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണ്. 2 stages of experiment conducted with a solenoid and a magnet is given below. Magnets shown in figure A and B are stationary magnet and a moving magnet respectively. എയിൽ കാണിച്ചത് സ്റ്റേഷനറി മാഗ്നറ്റും ബിയിൽ കാണിച്ചിരിക്കുന്നത് മൂവിങ് മാഗ്നറ്റുമാണ് എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻ വിച്ച് സ്റ്റേജ് ദ ഗാൽവനോമീറ്റർ ഡിഫ്ലക്സ്, ഇതിലേതിലാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുക? Explain the reason for this deflection in galvanometer with the help of scientific principle that you have learned. ഇതിനുള്ള കാരണം എന്ത് പ്രിൻസിപ്പിളാണ് എന്ന് എഴുതാം. റൈറ്റ് എനി 2 devices that works on this principle. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന 2 ഉപകരണങ്ങൾ. ഒന്നാമത്തെ ചിത്രത്തിൽ ഫിഗർ ബി ഇൻ ദ സ്റ്റേജ് where the magnet is moving. അതായത് ഏത് സ്റ്റേജിലാണ് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്, എപ്പോഴാണോ അവിടെ EMF ഉണ്ടാകുന്നത് ആ സമയത്തായിരിക്കും നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഫിഗർ ബിയിൽ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നുണ്ട്, കോയിൽ സ്റ്റേഷനറി ആണ്. ഫിഗർ എയിൽ രണ്ടും സ്റ്റേഷനറി ആണ്, അതുകൊണ്ട് ഫിഗർ ബിയിലാണ് മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. ഇനി ബി എന്നുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് പ്രിൻസിപ്പിൾ, അതെന്താണെന്ന് എഴുതണം. whenever there is a change in magnetic flux linked with a coil, an EMF is induced in the coil. അതുകൂടാതെ ഏതൊക്കെ ഡിവൈസുകളാണ് ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നത്? ജനറേറ്റർ, മൂവിംഗ് കോയിൽ, മൈക്രോഫോൺ. ഇനി 17th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സയൻറ്റിഫിക് റീസൺ ബിഹൈൻഡ് ദ ഫിനോമിന ഗിവൺ ബിലോ. താഴെ പറഞ്ഞ ഓരോ ഫിനോമിനയ്ക്കും പിന്നിലുള്ള റീസൺ എന്താണ് എന്ന് എഴുതാൻ. ദ പാത്ത് ഓഫ് സൺലൈറ്റ് ഈസ് വിസിബിൾ ഇൻ എ മിസ്റ്റി മോർണിംഗ്. ഒരു മഞ്ഞുള്ള പ്രഭാതത്തിൽ സൺലൈറ്റിൻ്റെ പാത്ത് നമുക്ക് വിസിബിൾ ആകാൻ കാരണം അത് ടിൻഡൽ ഇഫക്റ്റ് ആണ്. ന്യൂട്ടൺസ് കളർ ഡിസ്ക് അപ്പിയേഴ്സ് വൈറ്റ് വെൻ റൊട്ടേറ്റഡ് ഫാസ്റ്റ്. അതിന് കാരണം പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. ദ റൈസിങ് ആൻഡ് സെറ്റിംഗ് സൺ അപ്പിയേഴ്സ് റെഡ്. അതിന് കാരണം സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ്. എ പേഴ്സൺ ക്യാൻ സീ ദ ഫാർ ഓബ്ജെക്റ്റ് ആൻഡ് നിയർ ഓബ്ജെക്റ്റ് ക്ലിയർലി. ദൂരെയുള്ള വസ്തുവിനെയും അതുപോലെ അടുത്തുള്ളതിനെയും കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത് അതിന് കാരണം പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ദി ഐ ആണ്. ഇനി 18th ക്വസ്റ്റ്യൻ, അനലൈസ് ദ സർക്യൂട്ട്സ് പി ആൻഡ് ക്യൂ. പി ക്യൂ എന്നീ 2 സർക്യൂട്ടുകൾ തന്നിട്ടുണ്ട്. ഇൻ വിച്ച് സർക്യൂട്ട് ദ റെസിസ്റ്റേഴ്സ് ഗെറ്റ് ദ സെയിം വോൾട്ടേജ്. ആദ്യത്തേതിലെ 2 100 ഓം റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേതിൽ 2 100 ഓം റെസിസ്റ്റേഴ്സും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻ വിച്ച് സർക്യൂട്ട് ദ റെസിസ്റ്റേഴ്സ് ഗെറ്റ് ദ സെയിം വോൾട്ടേജ്, ഏത് കണക്ഷനിലാണ് വോൾട്ടേജ് സെയിം ആയിരിക്കുക? എല്ലാ റെസിസ്റ്റേഴ്സിനും സെയിം വോൾട്ടേജ് കിട്ടുന്നത് ഏതിലാണ്? അത് പാരലൽ കണക്ഷനിലാണ്. അതുകൊണ്ട് ആൻസർ സർക്യൂട്ട് ക്യൂ ആണ് എന്ന് നമുക്ക് കാണാം. അതുപോലെ ചോദ്യത്തിൽ സെയിം വോൾട്ടേജ് ഏതൊക്കെ റെസിസ്റ്ററിനാണ് കിട്ടുക എന്നാണ് ചോദ്യം. അതിൽ നിന്ന് ഒന്നാമത്തെ സർക്യൂട്ടിൽ 2 100 ഓം വീതമാണ് 10 വോൾട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 2 റെസിസ്റ്ററിലും 5 വോൾട്ട് വീതമായിരിക്കും അനുഭവപ്പെടുക, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. സെക്കൻഡ് സർക്യൂട്ടിൽ 2നും 10 വോൾട്ട് വീതം കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ R2 ഇൻ ദ സർക്യൂട്ട് പി. വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R ആണ്. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇവിടെ കറണ്ട് എന്നത് 100 ഓം ആണ് രണ്ടിൻ്റെയും റെസിസ്റ്റൻസ്. അപ്പോൾ 200 ഓം ആയിരിക്കും അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അതായത് R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. 100 പ്ലസ് 100 ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 200 ആണ്. 10 വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദർഫോർ കറണ്ട് I എന്ന് പറയുന്നത് V ബൈ R ആയിരിക്കും. 10 ബൈ 200 ആയിരിക്കും അതിലൂടെയുള്ള കറണ്ട്.
R2 അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ വീണ്ടും കറണ്ടിനെ R2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ I ഇൻറ്റു R2. I ഇപ്പം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 10/200 ആണെന്ന്. ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10/2 എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് ആണ് എന്ന് കാണാം. ഇനി C ക്വസ്റ്റ്യൻ, ഇഫ് കറണ്ട് ഡ്യൂ ടു ദ അപ്ലൈഡ് EMF ഈസ് ഫ്ലോയിങ് ത്രൂ ദീസ് 2 സർക്യൂട്ട്സ് ഫോർ എ ടൈം ഓഫ് 5 minutes, വിച്ച് സർക്യൂട്ട് വിൽ പ്രൊഡ്യൂസ് മോർ ഹീറ്റ് എനർജി? എക്സ്പ്ലെയിൻ. ഇനി ഇതിലേതിലാണ് കൂടുതൽ ഹീറ്റ് എനർജി ഉണ്ടാകുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. നമുക്കറിയാം സീരീസ് കണക്ഷനിൽ I²RT അനുസരിച്ചും അതുപോലെ പാരലൽ കണക്ഷനിലാണെങ്കിൽ V²/RT ഉപയോഗിച്ചുമാണ് നമ്മൾ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. ഇവിടെ Q എന്ന സർക്യൂട്ടിലായിരിക്കും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് P എന്ന് പറയുന്നത് 200 ohm ആണ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് Q എന്ന് പറയുന്നത് R/N ആണ്. അതായത് 100 ohm വീതം 2 എണ്ണം ഉണ്ട്. അപ്പോൾ 100/2 50 ohm. ഏത് സർക്യൂട്ടിലാണോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവുണ്ടാവുക അതായിരിക്കും കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം ഇത്തരം സിറ്റുവേഷനിൽ. അതായത് റെസിസ്റ്റൻസ് കുറവുള്ള സർക്യൂട്ട് Q ആയതുകൊണ്ട് ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ കാര്യമാണ് നമ്മൾ പറയണത് കേട്ടോ. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവ് Qയിലായതുകൊണ്ട് Qയിലായിരിക്കും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 19th question. Observe the figure and answer the following questions. B1 and B2 are identical bulbs. ഇതേ ചോദ്യം നമുക്ക് ഒരുപാട് തവണ കണ്ട് പരിചയമുള്ളതാണ്. ഇവിടെ ആദ്യത്തെ പ്രൈമറി കോയിലിൽ 9 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ബൾബ് B1 സ്വിച്ച് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സെക്കൻഡറി സർക്യൂട്ടിൽ അല്ലെങ്കിൽ സെക്കൻഡറി കോയിലിൽ ബൾബ് മാത്രമേ ഉള്ളൂ. B2 എന്ന ബൾബും B1 എന്ന ബൾബും ഒരേപോലെയുള്ളതാണ്. അതായത് പവറൊക്കെ സെയിം ആണ്. വിച്ച് ബൾബ് വിൽ ഗ്ലോ ഇൻ ദ സർക്യൂട്ട്? ഈ ചോദ്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് DC ആണോ അതോ AC സോഴ്സ് ആണോ നമുക്ക് തന്നിട്ടുള്ളതെന്നാണ്. DC സോഴ്സ് ആണെങ്കിൽ അവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന ഫിനോമിനൻ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ബൾബ് B2 ഗ്ലോ ചെയ്യില്ല. ഇനി ചെയ്യുകയാണെങ്കിൽ തന്നെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രമേ അവിടെ ഒരു ഗ്ലോയിങ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ എയുടെ ആൻസർ ബൾബ് B1 ഗ്ലോസ് കണ്ടിന്യൂസ്ലി. B question, if the battery in the circuit is replaced by an AC source of the same voltage, what change can be observed in the working of the bulbs? അതിൽ DC ബാറ്ററിക്ക് പകരം നമ്മൾ AC സോഴ്സ് വെച്ചാൽ എന്താണ് സംഭവിക്കുക? ആ സമയത്ത് ബൾബ് B1ഉം B2ഉം ഒരുപോലെ ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇവിടെ നടക്കുന്ന ഫിനോമിനൻ എന്താണ്? അത് എക്സ്പ്ലെയിൻ ചെയ്യണം. When an AC current passes through the primary, a varying but continuous magnetic field is formed in and around the soft iron core. The secondary is situated in this varying magnetic field. സെക്കൻഡറി കോയിൽ നിൽക്കുന്നത് ഈ പ്രൈമറി കോയിലിലൂടെ ഉള്ള വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിലാണ്. ആൻഡ് ഡ്യൂ ടു മ്യൂച്വൽ ഇൻഡക്ഷൻ ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് കണ്ടിന്യൂസ്ലി ഇൻ ദ സെക്കൻഡറി. അതുകൊണ്ട് ഒരു EMF സെക്കൻഡറി കണ്ടിന്യൂസ് ആയി ഒഴുകാൻ തുടങ്ങുന്നു. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ് ഓഫ് എ ലെൻസ്. ഒരു ലെൻസുമായി ബന്ധപ്പെട്ട 4 ടേംസ് തന്നിട്ടുണ്ട്. അത് ഓരോന്നും എന്താണെന്ന് എഴുതണം. ഒപ്റ്റിക് സെൻറ്റർ, സെൻറ്റർ ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് ലെൻസ്, ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് ലെൻസ്. ഒപ്റ്റിക് സെൻറ്റർ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ലെൻസ്. ഒരു ലെൻസിൻ്റെ മിഡ് പോയിൻ്റ് ആണ് ഒപ്റ്റിക് സെൻറ്റർ. സെൻറ്റർ ഓഫ് കർവേച്ചർ ഈസ് ദ സെൻറ്റർ ഓഫ് ദി ഇമാജിനറി സ്ഫിയേഴ്സ് ഓഫ് വിച്ച് ദ സൈഡ്സ് ഓഫ് ദ ലെൻസ് ആർ പാർട്സ്. ലെൻസിൻ്റെ സൈഡുകൾ പാർട്സായി വരുന്ന ഇമാജിനറി സ്ഫിയറിൻ്റെ സെൻറ്ററാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ കൺവേർജസ് ടു എ പോയിൻറ്റ് on the principal axis of a convex lens. This point is called principal focus of convex lens. അതുപോലെ focal length of convex lens is the distance from the optic center to the principal focus. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നന്നായി ആൻസർ ചെയ്ത് പഠിച്ച് എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ.